മെഡിക്കൽ കോളേജിലെ മോർഫിംഗ് കേസ് പ്രതി ഏപ്രിൽ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. പ്രതിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തോ എന്നും ബ്ലാക്ക്മെയിൽ ചെയ്തോ എന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയോ എന്നതുമൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. കൂടുതൽ പരാതികളിൽ 5 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് പ്രതി ഏബൽ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഓഗസ്റ്റ് 7 വരെ റിമാൻഡിലാണ്. സന്തന ഗുരുതര കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ആരുടെയൊക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിശദമായ പരിശോധന തന്നെ നടത്താൻ പോവുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ തുമ്പ് കിട്ടുകയുള്ളൂ അല്ലേ സന്തന? വിനിത, വളരെ ഞെട്ടലോടുകൂടിയായിരുന്നു നമ്മൾ ഈ ഒരു വാർത്ത കേട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്ത് മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിപ്പിച്ചു. അത് കൂടെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിവരം തന്നെയായിരുന്നു. ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. നിരവധി വിദ്യാർത്ഥിനികൾ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നിലവിലിപ്പോൾ ഈ പ്രതിയായിട്ടുള്ള വയനാട് സ്വദേശി ഏബൽ അഗസ്റ്റിനെതിരെ 7 കേസുകളാണ് വിനിത രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, അന്വേഷണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വിനിത പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ ഏതാണ്ട് 20ഓളം വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ മോർഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇയാൾ പോലീസിനോട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ 7 പരാതികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പരാതികൾ വരാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇയാൾക്ക് മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളും അടക്കം പരിശോധിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് വിനിത നീക്കം. അത് മാത്രമല്ല, ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം കൂടി പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ്. ശരി സന്തോന, അതിൽ കൂടുതൽ വിശദാംശങ്ങൾ പ്രതികരണങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഏതായാലും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നതിൽ സംശയമില്ല.